വർഷം 2000 മാർച്ച് 26-ന് റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്ളാഡിമിർ പുടിൻ വിജയിച്ചതായി ഒരു അറിയിപ്പ് വരുന്നു. സ്റ്റാലിനും ലെനിനും ഉൾപ്പെടെ ശക്തരായ അനേക നേതാക്കൾ കയ്യാളിയിരുന്ന ചെങ്കോൾ ഒരു മുൻ ചാര ഉദ്യോഗസ്ഥരിലേക്ക് വരികയാണ്. പിന്നീട് റഷ്യ കണ്ട ഏറ്റവും ശക്തവും കൂടുതൽ കാലം ഭരിച്ചതുമായ നേതാവായി മാറിയത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒരു 60 സെക്കൻഡ് കൊണ്ട് പറയാം. വർഷം 1952 ഒക്ടോബർ 7-ന് സോവിയറ്റിലെ ലെനിൻഗ്രാഡിലാണ് പുടിൻ ജനിച്ചത്. 1975-ൽ ലെനിൻഗ്രാഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ പുടിൻ താമസിയാതെ സോവിയറ്റ് ചാര സംഘടനയായ KBGയിൽ ചേർന്നു. സോവിയറ്റ് യൂണിയൻ ചിന്നാഭിന്നമായപ്പോൾ അദ്ദേഹം കിഴക്കൻ ജർമ്മനിയിലായിരുന്നു. രഹസ്യരേഖകൾ തീയിട്ട ശേഷം അദ്ദേഹം മോസ്കോയിലേക്ക് മടങ്ങി. 91-ൽ KBGയിൽ നിന്നും കേണൽ റാങ്കിൽ വിരമിച്ച അദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. പിന്നീട് 94-ൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഡെപ്യൂട്ടി മേയറായി. 96-ൽ അന്നത്തെ റഷ്യൻ പ്രസിഡന്റായ ബോറിസ് എൽസിന്റെ സംഘത്തിൽ പ്രധാനിയായി. അങ്ങനെ 1996 ആയപ്പോഴേക്കും ബോറിസിന്റെ ഭരണം റഷ്യൻ ജനതയ്ക്കും അടുത്തു തുടങ്ങി. തുടർന്ന് ബോറിസ് രാജിവെക്കുകയും അൺഒഫീഷ്യലായി പുടിൻ അധികാരമേൽക്കുകയും ചെയ്തു. 2000-ലെ തെരഞ്ഞെടുപ്പിൽ വിജയി